അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മ ഇതിൽ കമൻറ്റ് കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. നല്ലത് പറഞ്ഞാൽ പണ്ടേ പിണറായി രാജാവിന് അത്ര അങ്ങോട്ട് പിടിക്കില്ല. ഇയാളുടെ വിചാരം കേരളത്തിലെ ജനങ്ങളെല്ലാം ഇയാളുടെ അടിമയാണെന്ന്. വോട്ടിട്ട് ജയിപ്പിച്ചു എന്നൊരു കുറ്റം മാത്രമേ കേരളത്തിലെ ജനങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന് അവരെന്തുമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വിമർശിച്ചാൽ അത് രാജാവിന് ഒട്ടും പിടിക്കില്ല. നീ നല്ലത് പറഞ്ഞാലും അങ്ങേർക്ക് പിടിക്കില്ല. എന്ത് സ്വഭാവമാണോ ആവും. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയരുത്, പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ. അത് പിണറായി രാജാവിന് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ച പലതും പഠിച്ച മുഖ്യമന്ത്രി തൻ്റെ നിലപാട് ക്ഷോഭത്തിൽ പറയുകയായിരുന്നു. ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് പരിപാടിയുടെ ഉദ്ഘാടനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഷോ ഇറക്കൽ. പ്രസംഗവേദിയിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട്. സ്വാഗത പ്രസംഗം കൂടിയാൽ പോലും വഴക്ക് കിട്ടും. ഇതാദ്യമായാണ് നല്ലത് പറഞ്ഞതിനും വഴക്ക് കിട്ടുന്നത്. മുഖ്യമന്ത്രി ഇൻസാഫിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ഇതായിരുന്നു അവതാരിക പറഞ്ഞത്. ഇതോടെ വേദിയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രി പിണറായി സിനിമാ സ്റ്റൈലിൽ തിരിഞ്ഞു നിന്നു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു: അമ്മാതിരി കമൻറ്റ് വേണ്ട, നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ അത് മതി. ഇതായിരുന്നു ക്ഷോഭത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ കമൻറ്റ്. ഇത് കേട്ടിട്ടും അവതാരക പതറിയില്ല എന്നതാണ് വസ്തുത. അതായത് പിണറായി മുഖ്യമന്ത്രിയൊക്കെ ശരി തന്നെയാണ്, ഞങ്ങളുടെ വോട്ട് കിട്ടിയാണ് ജയിച്ചത് എന്ന് കരുതി അങ്ങോട്ട് ഭരിക്കാനൊന്നും പറയണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയും എന്ന നിലപാട് തന്നെയാണ് നല്ല ചങ്കുറപ്പുള്ള അവതാരക എടുത്തത്. ഒന്നും സംഭവിക്കാത്ത വിധം റവന്യൂ മന്ത്രിയായ കെ രാജനെ ഉപചാരപൂർവ്വം ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഒന്നും സംഭവിക്കാത്ത വിധം അടുത്ത പ്രസംഗവും നടത്തി. ഇരിപ്പിടത്തിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖനോട് എന്തോ സംസാരിക്കുകയും ചെയ്തു. പുഴത്തലിലെ അപ്രിയത അറിയിച്ചതെന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ അതിവിശ്വസ്തനുമായ എ റഷീദായിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്നത്. റഷീദിനോടാണ് മുഖ്യമന്ത്രി എന്തോ കമന്റ് പറഞ്ഞത്. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലും ചടങ്ങിലുണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനാണ് ഇന്ന് തുടക്കമായത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായുള്ള മുഖാമുഖമാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. നവകേരള സദസ്സിനിടെ മുൻ മന്ത്രി കെ ശൈലജയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. ഇതിന് സമാനമായി പ്രൊഫസർ PS ശ്രീകലയെ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ സ്വാഗത പ്രസംഗത്തിന് വിമർശിച്ചതും വൈറലായി. ഇതിനൊപ്പം പ്രകാശം കൂടിപ്പോയ ലൈറ്റിംഗ് സംവിധാനത്തിനെതിരായ പ്രതികരണവും മൈക്ക് ഓപ്പറേറ്റർ വിഷയവുമെല്ലാം കേരളം ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഇന്ന് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്നത്. വേദിക്ക് പിന്നിലായിരുന്നു അവതാരക നിന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദം മാത്രമേ പുറത്ത് കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തോടെയുള്ള പ്രതികരണം വന്നിട്ട് അവതാരക പകച്ചില്ല എന്നതാണ് വസ്തുത. അതായത് പിണറായി ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിലയുമില്ല, ഒരു ഭയവുമില്ല. അതായത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെന്നും ഭരണം നടത്തുന്നതെന്നും അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഷോ ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ആരും നിങ്ങളെ അങ്ങോട്ട് ഭയക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആരെയും രാജാവുമല്ല, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ അടിമകളുമല്ല. അത് ഒന്ന് ഓർത്താൽ നന്ന്. പിന്നെ ഭരിക്കണമെന്നും ഇത്തരം ക്ഷോഭം പ്രകടിപ്പിക്കണമെന്നും ഒക്കെ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഇതൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിൽ വീട്ടിൽ കമലാമേട ഇരിപ്പുണ്ടല്ലോ, കൂടെ ചെന്നൊന്ന് ഭരിച്ചു നോക്ക്, അപ്പം അറിയാം കാര്യം തിരിച്ചു കിട്ടുന്നത്.